ഹായ് ഓൾ. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഓർഗനാണ് ഹാർട്ട്. അപ്പോൾ PSC ക്വസ്റ്റ്യൻസിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പാർട്ടാണ് ഹാർട്ട്, അതായത് ഹൃദയത്തെ പറ്റി. നമുക്ക് നോക്കാം ഹൃദയത്തെ പറ്റിയുള്ള വസ്തുതകൾ എന്താണെന്നുള്ളത്. ഒരാളുടെ ഹൃദയത്തിന് അയാളുടെ മുഷ്ടിയുടെ വലിപ്പമാണ് ഉണ്ടാവുക. അതായത് ഒരാളുടെ ഹൃദയത്തിന് നമ്മുടെ കൈമുഷ്ടിയുടെ വലിപ്പമാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. രക്തത്തെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് ഒരു പമ്പ് പോലെ പ്രവർത്തിക്കുന്ന ഹൃദയമാണ്. അതായത് രക്തത്തെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് ഈ ഹൃദയമാണ്. അതൊരു പമ്പ് പോലെ ആക്ട് ചെയ്യുന്നു. രണ്ട് ശ്വാസകോശങ്ങൾക്കിടയിലാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. രണ്ട് ശ്വാസകോശങ്ങളുടെ ഇടയിലാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. ഇനി എന്താണ്? ഹൃദയത്തെ ആവരണം ചെയ്യുന്ന ഇരട്ട സ്തരമാണ് പെരികാർഡിയം. അതായത് ഹൃദയത്തെ കവർ ചെയ്തിരിക്കുന്ന ഒരു ഡബിൾ മെംബ്രെയിനെയാണ് പെരികാർഡിയം എന്ന് പറയുന്നത്. ഇതിനിടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് പെരികാർഡിയൽ ദ്രവം. അതായത് ഈ പെരികാർഡിയൽ മെംബ്രെയിൻ്റെ ഇടയിൽ, അതായത് രണ്ട് ഡബിൾ മെംബ്രെയിൻഡ് ആയിരിക്കും, അതിൻ്റെ ഇടയിൽ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഫ്ലൂയിഡിനെയാണ് നമ്മൾ പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇതെന്തിനു വേണ്ടിയുള്ളതാണ്? ഹൃദയം മിടിക്കുമ്പോൾ ഡബിൾ മെംബ്രെയിൻ്റെ ഇടയിലുള്ള ഘർഷണം കുറയ്ക്കുന്നതിനായിട്ടാണ് ഈ പെരികാർഡിയൽ ഫ്ലൂയിഡ് ഉള്ളത്. മനുഷ്യ ഹൃദയത്തിന് 4 അറകളാണുള്ളത്. നമുക്കറിയാം മനുഷ്യ ശരീരത്തിന് 4 അറകളാണ് ഉള്ളത്. എന്തൊക്കെയാണ്? ഏട്രിയങ്ങൾ ആൻഡ് വെൻട്രിക്കിളുകൾ. രണ്ട് ഏട്രിയവും 2 വെൻട്രിക്കിളുമാണ് ഉള്ളത്. സൈനോ ഏട്രിയൽ നോഡിലെ, അതായത് SA നോഡിലെ പേശികളാണ് ഈ ഭാഗമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. അതായത് സൈനോ ഏട്രിയൽ നോഡിനെയാണ്, അതിലുള്ള വെയിൻസിനെയാണ് എന്ത് പറയുന്നത്? പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. ഇതാണ് സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നത്. അതായത് ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ സൈനോ ഏട്രിയൽ നോഡിലെ പേശികളാണ്, അതായത് പേസ് മേക്കറാണ്. ഹൃദയ അറകളുടെ സങ്കോചത്തെ സിസ്റ്റോളി എന്ന് പറയുന്നു. അതായത് ഹൃദയ അറകൾ സങ്കോചിക്കും, അതിനെ സിസ്റ്റോളി എന്ന് പറയുന്നു. അതുപോലെ തന്നെ വിശ്രാന്ത അവസ്ഥയെ, അത് റിലാക്സ് ചെയ്യുന്ന അവസ്ഥയെ എന്തു പറയുന്നു? ഡയസ്റ്റോളി എന്ന് പറയുന്നു. അപ്പോൾ ഹൃദയ അറകളുടെ സങ്കോചത്തെ എന്തു പറയുന്നു? സിസ്റ്റോളി എന്ന് പറയുന്നു. അതുപോലെ തന്നെ വിശ്രാന്ത അവസ്ഥയെ, അതായത് റിലാക്സ് മൂഡിനെ എന്തു പറയുന്നു? ഡയസ്റ്റോളി എന്ന് പറയുന്നു. ഒരു സിസ്റ്റോളും ഒരു ഡയസ്റ്റോളും കൂടി ചേർന്നതാണ് ഒരു ഹൃദയസ്പന്ദനം. ഒരു സിസ്റ്റോളും ഒരു ഡയസ്റ്റോളും കൂടി ഉണ്ടാകുന്നതാണ് ഒരു ഹൃദയസ്പന്ദനം. നമ്മൾ പ്രഷർ പറയുമ്പോൾ 120/80 mm മെർക്കുറി എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? ഈ 120 എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് പ്രഷറാണ്. ഡയസ്റ്റോളിക് പ്രഷറിനെയാണ് 120 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 80 എന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷറാണ്. അപ്പോൾ അതാണ് ഈ കൊടുത്തിരിക്കുന്നത് 120/80 mmHg. ഇതാണ് ഒരു മനുഷ്യൻ്റെ നോർമൽ പ്രഷർ. വലത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം ശ്വാസകോശ ധമനി വഴി ശ്വാസകോശത്തിലേക്ക് ഒഴുകുന്നു. അതായത് വലത് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് ലങ്സിൻ്റെ ധമനി വഴി ശ്വാസകോശത്തിലേക്ക് ഒഴുകുന്നു. ഇടത് വെൻട്രിക്കിളിൽ നിന്ന് മഹാധമനി വഴി, അതായത് അയോട്ട വഴി രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. രക്തം ബ്ലഡ് ബോഡിയിലെ പല ഓർഗൻസിലേക്കും എത്തുകയാണ്. ഇനി ലങ്സിന് ഓക്സിജൻ അളവ് കൂടിയ രക്തം ശ്വാസകോശ സിര വഴി ഇടത് ഏട്രിയത്തിൽ എത്തുന്നു. അതായത് ഇത് ഇടത് ഏട്രിയത്തിലേക്ക് എത്തുകയാണ്. ഓക്സിജനും കൂടി കൂടിയ ബ്ലഡ് എത്തുന്ന എവിടെയാണ്? ഇടത് ഏട്രിയത്തിൽ, അതായത് ലെഫ്റ്റ് ഏട്രിയത്തിലാണ് എത്തുന്നത്. ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്കും രക്തം ഒഴുകുമ്പോൾ 2 തവണ ഹൃദയ അറകളിലൂടെ കടന്നു പോകുന്നു. അതായത് ഒരു പ്രാവശ്യം പ്യൂരിഫൈഡ് അല്ലാത്ത രക്തവും അതിൽ കൂടി പോകുന്നു. അത് കഴിഞ്ഞ് പ്യൂരിഫൈഡ് ആയിട്ടുള്ള രക്തവും ഈ ഹൃദയത്തിൻ്റെ ഏട്രിയത്തിൽ കൂടി വെൻട്രിക്കിൾ കൂടി പോകുന്നുണ്ട്.
അപ്പോൾ ഹൃദയത്തിലേക്ക് രക്തം ഒഴുകുമ്പോൾ 2 തവണ ഹൃദയ അറകളിലൂടെ അത് കടന്നു പോകുന്നുണ്ട്. അതാണ് പറയുന്നത്. ഇനി കുറച്ച് വസ്തുതകൾ നോക്കാം. ക്യാൻസർ ബാധിക്കാത്ത ശരീര അവയവമാണ് എന്ത്? ഹൃദയം. ഹൃദയം എന്ന് പറയുന്നത് ക്യാൻസർ ബാധിക്കാത്ത ഒരു ശരീര അവയവമാണ്. ആദ്യത്തെ കൃത്രിമ ഹൃദയമാണ് ജാർവിക് 7. ആദ്യത്തെ കൃത്രിമ ഹൃദയമാണ് ജാർവിക് 7. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനത്തെ എന്താണ് പറയുന്നത്? കാർഡിയോളജി. ഹൃദയത്തെ പറ്റിയുള്ള പഠനത്തെ എന്ത് പറയുന്നു? കാർഡിയോളജി. അടുത്തത്, ഇനി വിവിധ തരം ജീവികളിൽ ഹൃദയത്തിലുള്ള അറകളുടെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. മത്സ്യത്തിന് എത്രയാണ്? 2. അതിൻ്റെ ഹൃദയത്തിൻ്റെ അറ എന്ന് പറയുന്നത്, നമ്മുടെ മനുഷ്യൻ്റെ എന്ന് പറയുമ്പോൾ ഹൃദയത്തിൻ്റെ അറ 4ആണ്, മത്സ്യത്തിൻ്റെ 2ആണ്. ഉഭയജീവികളുടെയോ അറകളുടെ എണ്ണം 3ആണ്. ഉരകങ്ങളുടെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എത്രയാണ്? 3ആണ്. പിന്നെ പക്ഷികളുടെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എത്രയാണ്? 4ആണ്. സസ്തനികൾ 4. പാറ്റ 13. പാറ്റയുടെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എത്രയാണ്? 13. മനുഷ്യരിൽ ദ്വപര്യനമാണ് നടക്കുന്നത്. ദ്വപര്യനത്തിൽ സിസ്റ്റമിക് പര്യനവും പൾമിനറി പര്യനവും ഉൾപ്പെടുന്നു. അതായത് ടു വേ ആണ് നടക്കുന്നത്, പാത്വേ. ടു വേ സർക്കുലേഷൻ ആണ് നടക്കുന്നത്. അതുതന്നെ സിസ്റ്റമിക് പാത്വേയും ഉണ്ട്, പൾമിനറി പാത്വേയും ഉണ്ട്. നമ്മുടെ ഹൃദയം എന്താ പറയുക, വർക്ക് ചെയ്യുന്നതിൽ 2 പാത്വേ ആണുള്ളത്. ഒന്ന് സിസ്റ്റമിക് പാത്വേയും ഒന്ന് പൾമിനറി പാത്വേയും ഉള്ളത്. ഇതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് മഹാധമനിയാണിത്. ഇതെന്താണ്? ഇടത് ശ്വാസകോശ ധമനി. അതായത് ഇടത് ശ്വാസകോശ ധമനിയാണ് ഈ കാണിക്കുന്നത്. ഇതെന്താണ്? സിരകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഇടത് ഏട്രിയമാണിത്. ആൻഡ് ഇതെന്താണ്? ഈ ഇടത് ഏട്രിയത്തിൻ്റെ ഇടത് വെൻട്രിക്കിളിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഓപ്പണിംഗ് പോലത്തെ ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത്? ബൈകസ്പിഡ് വാൽവ്. എന്താണ് പറയുന്നത്? ബൈകസ്പിഡ് വാൽവ് എന്നാണ് പറയുന്നത്. പിന്നെയുള്ളതാണ് മഹാധമനി വാൽവ്, അതായത് അയോർട്ടയുടെ അവിടെയുള്ള വാൽവ്. അതുപോലെ തന്നെ പിന്നെ എന്താണ്? ശ്വാസകോശ ധമനി വാൽവ്. അതെന്താണ്? ശ്വാസകോശത്തിൽ നിന്നുള്ള ധമനി വാൽവാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെയുള്ളതാണ് ഊർധ്വമഹാസിര. ഇതെന്താണ്? ഊർധ്വമഹാസിര. വലത് ശ്വാസകോശ ധമനി. ഇതെന്താണ്? വലത് ശ്വാസകോശ ധമനിയാണിത്. വലത് ശ്വാസകോശ സിരകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. വലത് ശ്വാസകോശ സിരകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്വാസകോശ ധമനി ഏതാണ്? ഇതാണ് ശ്വാസകോശ ധമനി. ഇനി വലത് ഏട്രിയം ഏതാണ്? ഇത് വലത് ഏട്രിയമാണ്. ആൻഡ് വലത് ഏട്രിയത്തിലും വലത് വെൻട്രിക്കിളിൻ്റെയും ഇടയിലുള്ള വാൽവിനെ എന്ത് പറയുന്നു? ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നു. എന്ത് പറയുന്നു? വലത് ഏട്രിയത്തിൻ്റെയും വലത് വെൻട്രിക്കിളിൻ്റെയും ഇടയിലുള്ള വാൽവിനെ എന്ത് പറയുന്നു? ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നു. പിന്നെ വരുന്ന ഇതിനെ എന്താണ് പറയുന്നത്? അധോമഹാസിര എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ക്രോസ് സെക്ഷൻ ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത്. ഇതാണ് ഹൃദയത്തിൻ്റെ നെടുകെയുള്ള ഛേദം എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഈ പാത്തുകളെ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഭാഗങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് നമ്മൾ പറഞ്ഞു? മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 2 വെൻട്രിക്കിളും 2 ഏട്രിയവും കൂടി കൂടുമ്പോൾ 4 അറകളാണ് മനുഷ്യ ശരീരത്തിനുള്ളത്. മനുഷ്യ ഹൃദയത്തിലെ മുകളിലത്തെ അറകളെ എന്താണ് പറയുന്നത്? ഓറിക്കിളുകൾ. ഓറിക്കിൾ എന്നാണ് മുകളിലത്തെ അറകളെ പറയുന്നത്. മനുഷ്യ ഹൃദയത്തിലെ താഴത്തെ അറകളെ എന്താണ് പറയുന്നത്? താഴെയുള്ള 2 അറകളെ എന്താണ് പറയുന്നത്? വെൻട്രിക്കിളുകൾ എന്നാണ് പറയുന്നത്. മനുഷ്യ ഹൃദയത്തിലെ താഴത്തെ അറകളെ നമ്മൾ എന്ത് പറയുന്നു? വെൻട്രിക്കിളുകൾ എന്ന് പറയുന്നു. വലത്തെ ഓറിക്കിളിലേക്ക് രക്തം എത്തിക്കുന്നത് എന്താണ്? ഊർധ്വമഹാസിര. വലത്തെ ഓറിക്കിളിലേക്ക് രക്തം എത്തിക്കുന്നത് ഏതാണ്? ഊർധ്വമഹാസിര, അതായത് സുപ്പീരിയർ വെന കാവ.
ഏതാണ് ഊർധ്വ മഹാസിര, അതായത് സുപ്പീരിയർ വെന കാവ. ആൻഡ് പിന്നെ ഉള്ളത് ഏതാണ് അധോ മഹാസിര. അധോ മഹാസിര ഏതാണ് ഇൻഫീരിയർ വെന കാവ. ഇൻഫീരിയർ വെന കാവ. നമുക്ക് നോക്കാം, ഇതാണ് ഇൻഫീരിയർ വെന കാവ, ഇതെന്താണ് സുപ്പീരിയർ വെന കാവ. അപ്പോൾ ഇതാണ് ഇൻഫീരിയർ വെന കാവ, ഇതാണ് സുപ്പീരിയർ വെന കാവ. രക്തം എത്തിക്കുന്നത് സുപ്പീരിയർ വെന കാവയാണ്, അതുപോലെ തന്നെയുള്ളതാണ് ഇൻഫീരിയർ വെന കാവ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര ഏതാണ് അധോ മഹാസിര, അതായത് ഇൻഫീരിയർ വെന കാവയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം സ്വീകരിക്കുന്ന അറ ഏതാണ്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഓക്സിജൻ ഇല്ലാത്ത രക്തം, അതായത് പ്യൂരിഫൈ ചെയ്യാത്ത ബ്ലഡ്, അത് സ്വീകരിക്കുന്ന അറ ഏതാണ്? വലത് ഓറിക്കിൾ. വലത് ഓറിക്കിളിലേക്കാണ് ഈ പ്യൂരിഫൈ ചെയ്യാത്ത ബ്ലഡ് വരുന്നത്, സർക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. ഹൃദയത്തിന്റെ വലത്തെ അറകൾക്കിടയിലെ വാൽവ് ഏതാണ്? ഹൃദയത്തിന്റെ വലത്തെ അറകൾക്കിടയിലുള്ള വാൽവ്, അതായത് നമ്മുടെ ലെഫ്റ്റ് ഓറിക്കിളിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിലുള്ള വാൽവ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ വാൽവ് ഏതാണ്? ട്രൈകസ്പിഡ് വാൽവ്. ട്രൈകസ്പിഡ് ആണ് വാൽവ്. ഇതിന് എത്ര ദളങ്ങളുണ്ട്? മൂന്ന് ദളങ്ങളാണ് അതിനുള്ളത്, ആ വാൽവിനുള്ളത്. അശുദ്ധ രക്തം വഹിക്കുന്ന ഏകധമനി ഏതാണ്? അശുദ്ധ രക്തം വഹിക്കുന്ന ഏകധമനി അതേതാണ്? പൾമനറി ആർട്ടറി, അതായത് ശ്വാസകോശ ധമനി. പൾമനറി ആർട്ടറി ആണ് അശുദ്ധ രക്തം വഹിക്കുന്ന ഏകധമനി. അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയേ ഉള്ളൂ നമ്മുടെ ഹൃദയത്തിൽ, അതേതാണ്? പൾമനറി ആർട്ടറി ആണ്. ഇനി ശ്വാസകോശത്തിൽ നിന്നും വരുന്ന ശുദ്ധ രക്തം സ്വീകരിക്കുന്ന അറ ഏതാണ്? ശ്വാസകോശത്തിൽ നിന്നും നമ്മുടെ ഓക്സിജനുമായിട്ട് മിക്സ് ആയിട്ട് പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ബ്ലഡിനെ ഏത് അറയിലേക്കാണ് സ്വീകരിക്കുന്നത്? ഇടത് ഓറിക്കിൾ, അതായത് ലെഫ്റ്റ് ഓറിക്കിളിലേക്കാണ് സ്വീകരിക്കുന്നത്. ഹൃദയത്തിൻ്റെ ഇടത്തെ ഓറിക്കിളിലേക്ക് രക്തം എത്തിക്കുന്നത് ഏതാണ്? ഹൃദയത്തിൻ്റെ ഇടത്തെ ഓറിക്കിളിലേക്ക് രക്തം എത്തിക്കുന്നത് ഏതാണ്? ശ്വാസകോശ സിര, അതായത് പൾമിനറി വെയിൻ. പൾമിനറി വെയിൻ ആണ് ഇടത്തെ ഓറിക്കിളിലേക്ക് രക്തം എത്തിക്കുന്നത്. നമ്മുടെ ഇടത്തെ ഓറിക്കിളിലേക്ക് രക്തം എത്തിക്കുന്നത് ഏതാണ്? പൾമിനറി വെയിൻ ആണ്. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ഏതാണ്? ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ഏതാണ്? ശ്വാസകോശ സിര. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിരയാണ് ശ്വാസകോശ സിര. ഹൃദയത്തിന്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൽവിനെ എന്ത് പറയുന്നു? ഹൃദയത്തിന്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൽവിനെ ബൈകാസ്പിഡ് വാൽവ് എന്ന് പറയുന്നു. അതായത് 2 ദളങ്ങളുള്ള വാൽവാണത്. ഹൃദയത്തിന്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൽവിനെ എന്ത് പറയുന്നു? ബൈകാസ്പിഡ് വാൽവ്. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാനായി ഇടത് വെൻട്രിക്കിളിൽ നിന്നും ശുദ്ധരക്തം പ്രവേശിക്കുന്നത് എങ്ങോട്ടാണ്? മഹാധമനിയിലേക്ക്, അതായത് അയോർട്ടയിലേക്കാണ് ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിക്കാനായിട്ടുള്ള ഇടത് വെൻട്രിക്കിളിൽ നിന്നുമുള്ള ശുദ്ധരക്തം പ്രവേശിക്കുന്നത് അയോർട്ടയിലേക്കാണ്. ഹൃദയഭിത്തിക്ക് രക്തം നൽകുന്നത് എന്താണ്? ഹൃദയത്തിൻ്റെ ഭിത്തികൾക്ക് രക്തം നൽകുന്നത് എന്താണ്? കൊറോണറി ധമനി. കൊറോണറി ധമനിയാണ് ഹൃദയഭിത്തിക്ക് രക്തം നൽകുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? അയോർട്ട. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനിയാണ് അയോർട്ട. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ ഏതാണ്? അയോർട്ട. അപ്പോൾ അയോർട്ടയ്ക്ക് 2 സ്പെഷ്യാലിറ്റീസ് ആണുള്ളത്. അതെന്ന് പറയുന്നത് വലിയ ധമനിയാണ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനിയാണ്. അതുകൂടാതെ ഏറ്റവും വലിയ രക്തക്കുഴലാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലാണ് അയോർട്ട.
ഇനി ദ്വപര്യനം നമ്മൾ പറഞ്ഞു ഡബിൾ ടു പാത്വേ സർക്കുലേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതാണ് പറയുന്നത്, ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ച ഹൃദയത്തിലേക്കും രക്തം ഒഴുകുമ്പോൾ 2 തവണ ഹൃദയ അറകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്കും സർക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 തവണയാണ് നമ്മുടെ ഹൃദയത്തിലൂടെ ഈ രക്തം ഒഴുകുന്നത്, ഹൃദയ അറകളിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് അതിനെ ദ്വപര്യനം എന്ന് പറയുന്നു. അതുകൊണ്ട് മനുഷ്യരിൽ ദ്വപര്യനമാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതാണ് ആ ഡബിൾ വേ സർക്കുലേഷൻ്റെ പിക്ചർ കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ശ്വാസകോശമാണ്, ഇതെന്ന് പറയുന്നത് പൾമിനറി വെയിനാണ്. ഇത് പൾമിനറി എന്താ പറയുക പൾമിനറി ആർട്ടറിയാണ്. ഇത് പൾമിനറി പാത്വേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് വലത് ഏട്രിയം, ഇത് ഇടത് ഏട്രിയം, വലത് വെൻട്രിക്കിളാണിത്, ഇത് ഇടത് വെൻട്രിക്കിളാണ്. ഇതെന്താണ്? മഹാസിരയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് മഹാധമനി. സിസ്റ്റമിക് പര്യനമാണ് ഇവിടെ നൽകുന്നത്. ഇവിടെ എന്താണ്? പൾമിനറി പര്യനം. ഇവിടെ നൽകുന്നത് സിസ്റ്റമിക് പര്യനം. ഇതെന്താണ്? ശരീരത്തിലെ വിവിധ ടിഷ്യൂസ് അല്ലെങ്കിൽ ഓർഗൻസിലേക്ക് ഇത് എത്തുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്ലഡിൻ്റെ പാത്വേ വരുന്നത് ഇങ്ങനെയാണ്. അപ്പം അത് നോക്കിയിരിക്കുക. ദ്വപര്യനത്തിൽ സിസ്റ്റമിക് പര്യനവും പൾമനറി പര്യനവും ഉൾപ്പെട്ടിരിക്കുന്നു. സിസ്റ്റമിക് പര്യനം ഇടത് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു. അതായത് ദ്വപര്യനം, അതായത് 2 വേ സർക്കുലേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതെന്ന് പറയുന്നത് എന്താണ്? പൾമിനറി പര്യനവുമായിട്ട് ഉൾപ്പെട്ടിരിക്കുന്നു. അതായത് സിസ്റ്റമിക് പര്യനവും പൾമനറി പര്യനവുമാണ് നമ്മുടെ ഹാർട്ടിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഉള്ളത്. ഈ സിസ്റ്റമിക് പര്യനം ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു. ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നതാണ് സിസ്റ്റമിക് പാത്വേ, സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നതാണ് സിസ്റ്റമിക് പാത്വേ അല്ലെങ്കിൽ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നതാണ് പൾമിനറി പര്യനം. ഇതെന്താണ്? വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നതാണ് പൾമിനറി പര്യനം. അതായത് വലത് വെൻട്രിക്കിളിൽ തുടങ്ങിയിട്ട് ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നതിനെ എന്ത് പറയുന്നു? പൾമിനറി പാത്വേ അല്ലെങ്കിൽ പൾമിനറി സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നു. ഇത്രയാണ് ഹാർട്ടിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് ഓർത്തിരിക്കുക, ജസ്റ്റ് എല്ലാം ഒന്ന് ഓടിച്ചിട്ട് നോക്കിയിട്ട് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മനുഷ്യ ഹൃദയം എന്ന് പറയുന്നത്. താങ്ക് യു.